എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 41. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി. ഭവാനി എന്നാൽ ശിവന്റെ പത്നി എന്നർത്ഥം. ഭവ ശബ്ദത്തിന് സംസാരം, മന്മഥൻ എന്നുകൂടി ദേവീപുരാണം അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. അതിനാൽ ഭവാനി എന്ന ശബ്ദത്തിന് ഇവയ്ക്ക് ചൈതന്യം പകരുന്നവൾ എന്നർത്ഥവും വരുന്നു. രണ്ടാമത്തെ നാമം ഭാവനാഗമ്യ, ഭാവനയിലൂടെ പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ എന്നർത്ഥം. അതായത് സങ്കല്പം കൊണ്ട് പ്രാപിക്കാൻ പറ്റാത്തവൾ എന്നർത്ഥം. മറ്റൊരർത്ഥം ഭാവന പ്ലസ് അഗമ്യ എന്നാൽ ഭാവന എന്നാൽ കർമ്മമാർഗമെന്നും ഗമ്യ എന്നാൽ പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നും. അപ്പോൾ കർമ്മമാർഗം കൊണ്ട് മനഃശുദ്ധി നേടി ദേവിയെ പ്രാപിക്കാമെന്ന് മറ്റൊരർത്ഥം ലഭിക്കുന്നു. മൂന്നാമത്തെ നാമം ഭവാരണ്യ കുടാരിക, സംസാരമാകുന്ന വനത്തിന് മഴുവായി തീർന്നവൾ. ഇവിടെ ഭവം എന്നാൽ സംസാരമെന്നും ആരണ്യം എന്നാൽ വനമെന്നും കുടാരിക എന്നാൽ മഴുവെന്നും അർത്ഥം. വൈരാഗ്യം മനസ്സിലൂതിച്ച് ഉപാസനയും ധ്യാനവും ജപവും കൊണ്ട് ചിലപ്പോൾ ഫലസിദ്ധി ഉണ്ടാകും എന്നർത്ഥം. അടുത്ത നാമം ഭദ്രപ്രിയ, സകല മംഗളങ്ങളും ഇഷ്ടപ്പെടുന്നവളും സകല മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നവളുമാണ് ദേവി, അഥവാ ശിവന് പ്രിയയായുള്ളവൾ എന്നർത്ഥം. ഭദ്രമൂർത്തി, ഭദ്രമായ അതായത് മംഗളകരമായ മൂർത്തിയോട് കൂടിയവൾ അഥവാ ഭദ്രയുടെ രൂപം ധരിച്ചവൾ എന്നും അർത്ഥം. ദേവി ഭദ്രകാളിയായി അവതരിച്ച് ദാരുകനെ നിഗ്രഹിച്ചു എന്ന് പുരാണത്തിൽ പറയുന്നു. ഭക്ത സൗഭാഗ്യദായിനി, ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. ദേവി ദേവകാര്യ സമുദ്യതയാണ്. ദേവന്മാർക്ക് മാത്രമല്ല ഭക്തന്മാർക്കും സൗഭാഗ്യം നൽകുന്നതിൽ ഉദാര മനസ്കതയാണ് ദേവി എന്നർത്ഥം. ദേവി ദേവകാര്യ സമുദ്യതയാണ്. എന്നിരുന്നാലും ദേവന്മാർക്കു മാത്രമല്ല തന്റെ ഭക്തന്മാർക്കും സൗഭാഗ്യം നൽകുന്നതിൽ ഉദാര മനസ്കയാണ് ദേവി എന്നർത്ഥം. രോഗിക്ക് ശാന്തിയും നിർധനന് ധനലാഭവും ജിജ്ഞാസുവിന് ജ്ഞാനവും തന്നെയാണ് സൗഭാഗ്യം. അത് യഥേഷ്ടം നൽകുന്നവളാണ് ദേവി എന്ന് സാരം. നാമങ്ങൾ: ഓം ഭവാന്യേ നമഃ, ഓം ഭാവനാഗമ്യായേ നമഃ, ഓം ഭവാരണ്യ കുഠാരികായേ നമഃ, ഓം ഭദ്രപ്രിയായേ നമഃ, ഓം ഭദ്രമൂർത്തേ നമഃ, ഓം ഭക്ത സൗഭാഗ്യദായിന്യേ നമഃ. എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.